ഭർത്താവ് ചെറിയൊരു ഹൃദയ രോഗിയാണ്. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നു ഏതു സമയത്തും അദ്ദേഹം മരിക്കാം. ഈ 3 കുട്ടികളെ എനിക്ക് ഏൽപ്പിച്ച് അയാൾ എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് അവർ വിചാരിക്കുന്നു. മരണത്തിന്റെ തീരുമാനം അവരെടുത്തു കഴിഞ്ഞു. അയാൾക്ക് മരണം വരുന്നതിന് മുമ്പ് അവർ മരിച്ചുപോയി എന്നത് മറ്റൊരു സത്യമാണ്. അത് അവർ പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. രണ്ടാമത് എന്താണ്, എന്റെ കുടുംബത്തിന്റെ സ്വത്ത് മുഴുവനും ഒരു ലോൺ എടുക്കുന്നതിന് വേണ്ടി ബാങ്കിലാണുള്ളത്. അതിന്റെ എല്ലാ റെക്കോർഡുകളും അത് വീട്ടാൻ എനിക്കോ എന്റെ മക്കൾക്കോ ഒരു കാലത്തും കഴിയൂല. ഇതൊക്കെ പാടെ ചിന്തിച്ചപ്പോൾ രാത്രി ഒരു സമയത്ത് എല്ലാവരും ഉറങ്ങവേ അവർ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ പറഞ്ഞ നിരാശ ജീവിതത്തിൽ എല്ലാ ആളുകൾക്കും ഉള്ള ഒന്നാണ്. അത് പണക്കാരനും ഏറ്റവും വലിയ ഡോക്ടർക്കും എഞ്ചിനീയർക്കും ഭരണാധികാരികൾക്കും ഒക്കെ ഉണ്ട്. ഒരു സ്കൂൾ കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക് എത്തി സ്കൂളിൽ വന്ന് നോക്കുമ്പോൾ അവരുടെ ക്ലാസ് റൂമിൽ ഒരു ചെറിയ തുണിക്കഷ്ണത്തിൽ തൂങ്ങിക്കിടക്കുന്ന അവരുടെ അധ്യാപകനെയാണ് അവർ കണ്ടത്. ഒരു സ്കൂൾ, ഒരു ഹൈസ്കൂളിൽ. എന്തായിരുന്നു അധ്യാപകന്റെ പ്രശ്നം? അയാൾ കണക്ക് കൂട്ടാണ്. എന്ത് മൊത്തം എത്ര കൊല്ലം എനിക്ക് ഇനി സർവീസ് ഉണ്ട്, അന്ന് എത്ര പണം എനിക്ക് കിട്ടും, അയാളുടെ പോക്കറ്റ് ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് മൊത്തം. അങ്ങനെ 3 കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കണതിന് എത്ര ചെലവ് വരും, മൊത്തം ചെലവും വരുമാനവും കണക്ക് കൂട്ടിയപ്പോൾ അയാൾക്ക് 5 ലക്ഷം ഷോർട്ടാണ്. 25 കൊല്ലത്തെ കണക്ക് അയാൾ ഇപ്പോൾ കൂട്ടി വെച്ചിരിക്കുകയാണ്. അത് ഉണ്ടാക്കാൻ അയാൾക്ക് സാധിക്കൂല. അതുകൊണ്ട് അയാൾ തീരുമാനിച്ചത് കുട്ടികൾ എത്തും മുമ്പ് നേരത്തെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞു വന്ന് നല്ല എല്ലാവർക്കും നന്മയും വിദ്യാഭ്യാസവും പകർന്നു നൽകേണ്ട അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചത്. ഏതെങ്കിലും ഒരു നിമിഷം നമ്മുടെ ഹൃദയം നമ്മളെ അങ്ങനെ തോന്നിപ്പിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സുകൾ നമ്മുടെ നിയന്ത്രണത്തിലാവണം. അതിനെന്താണ് സഹോദരങ്ങളെ മാർഗം? ഏറ്റവും ഒന്നാമത്തത് നിരാശ എന്ന അവിശ്വാസിയുടെ ലക്ഷണമായിട്ട് വിശുദ്ധം. ഒരിക്കലും നിരാശപ്പെടാൻ നമുക്ക് അവകാശമില്ല. ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിൽ എന്തെല്ലാം ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ കണക്കാക്കാൻ പറ്റും? ഏത് പ്രതിസന്ധിക്കും പരിഹാരം ഉണ്ടാക്കാൻ അവന് പറ്റും. ഈ അടിമകളെ കൂട്ടിയിട്ടതിന്റെ കൂട്ടത്തിൽ ഒരു സ്ത്രീ തന്റെ കുട്ടിയെ കാണാതെ അന്വേഷിച്ച് നടന്നൊരു സംഭവം നിങ്ങൾ ഹദീസിൽ കണ്ടിട്ടുണ്ടാവും. റിയാദുസ് സാലിഹീനിലുണ്ട്. പ്രതീക്ഷ എന്ന അധ്യായത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ആ സ്ത്രീ ഇങ്ങനെ കുട്ടിനെ അന്വേഷിച്ച് അവസാനം തന്റെ കുട്ടിയെ കിട്ടിയ ഉടനെ കുട്ടിയെ എടുത്ത് ഉമ്മ വെച്ച് ആ കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തറൗന ഹാദിഹിൽ മർഅ, ഈ സ്ത്രീയെ നിങ്ങൾ കാണുന്നുണ്ടോ? സഹാബത്തോട് ചോദിച്ചു. ആ സ്ത്രീയെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? താരിഹത്തൻ വലദഹ ഫിന്നാർ, ആ കുട്ടിനെ എങ്ങനെ കൊണ്ടുപോയിട്ട് അവള് ഒരു തീയിലേക്ക് ഇടും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു പോകുന്ന നബി ആ കുട്ടിനെ ചൂണ്ടി പറയണം, ഈ കുട്ടിനെ എടുത്ത് കൊണ്ടുപോയിട്ട് ഒരു തീയിലേക്ക് കൊണ്ടുപോയി ഇടും എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്നാണ്. അവർ പറഞ്ഞു, വല്ലാഹില റസൂലേ, ഒരിക്കലും അവരങ്ങനെ ചെയ്യൂല എന്നാണ്. നബിന്റെ അടുത്ത വാചകം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ശരിക്കും നമുക്ക് മനസ്സിലാകും. അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. ഈ കുട്ടിയോട് ഈ ഉമ്മ കാണിക്കുന്ന സ്നേഹം എത്ര വലുതാണോ അത്ര സ്നേഹം, അതിനേക്കാളും സ്നേഹം അള്ളാഹുവിന് നമ്മളോട് ഉണ്ട് എന്നാണ് സഹോദരങ്ങളെ. എങ്ങനെ നമുക്കത് വിശദീകരിക്കാൻ പറ്റും? ഒരു ഉമ്മയുടെ ഹൃദയത്തിൽ ഒരു കുട്ടിയോടുള്ള സ്നേഹത്തെ ആർക്ക് നിർവചിക്കാൻ കഴിയും? അതിന്റെ എത്രയോ ഇരട്ടി സ്നേഹം അള്ളാഹുവിന് നമ്മളോടുണ്ടെങ്കിൽ ഏത് ദുരന്തത്തിന്റെ മുന്നിലും 2 ഭാഗത്തും പൊന്തി നിൽക്കുന്ന പ്രതിസന്ധിയുടെ മതിലുകൾക്കിടയിലൂടെ സുഗമമായ ഒരു വഴി കാണിച്ചു തരാൻ അള്ളാഹുവിന് കഴിയും എന്ന പ്രതീക്ഷ ജീവിതത്തിലുള്ള ഒരാളും വെറുതെ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെട്ട് ജീവിതം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. നോക്കൂ നിങ്ങൾ, ഈ ഒരു മനസ്സിന്റെ പ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ട് എത്ര ആളുകളാണ് നിങ്ങൾ വഴിതെറ്റിപ്പോയത്. ഇന്ന് നിങ്ങൾക്കറിയാം, ഗൾഫ് നാടുകളിൽ കഴിഞ്ഞുകൂടുന്ന സുഹൃത്തുക്കൾ എത്ര ആളുകളുണ്ട്. അവരൊക്കെ ഇന്ന് അനുഭവിക്കുന്ന വേദന എന്താന്ന് ചോദിച്ചാൽ, ഗൾഫിൽ പോകണ്ടെന്നല്ല അതിന്റെ അർത്ഥം. നല്ല ഒരു ജോലി നാട്ടിൽ ഉണ്ടായിട്ടും ജീവിതത്തിൽ എനിക്ക് രക്ഷപ്പെടാൻ, എന്റെ സ്വപ്നങ്ങൾ നേടാൻ എനിക്ക് ഈ ജോലി കൊണ്ട് ആഹാവില്ലെന്ന് വിചാരിച്ച് യാത്ര പോയ പല ആളുകളും 10-15 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടാണ്. ഭാര്യയെ നഷ്ടപ്പെട്ട്, മക്കളെ നഷ്ടപ്പെട്ട്, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്നു. ദൂരത്തേക്കുള്ളത് ലക്ഷ്യം വെച്ച് നമ്മൾ ഓടുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്നവ പോലും നഷ്ടപ്പെടുന്നു എന്ന് പല ആളുകളും അറിയണില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. ജീവിതത്തിലെ ഒറ്റപ്പെട്ട്, എല്ലാവരാലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രതിസന്ധി നിൽക്കുന്ന ഒരാളെ വിശുദ്ധ ഖുർആൻ, ഒരു സ്വാലിഹായ ഒരു മനുഷ്യനെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് കാണിച്ചു തരുന്നുണ്ട്. അദ്ദേഹം വളരെ വലിയ തീക്ഷ്ണ പരീക്ഷണത്തിലാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഖുർആൻ നമുക്ക് വായിക്കാൻ പറ്റും. അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസ്സീറും ബിൽ ഇബാദ്. അദ്ദേഹം പറയാണ്, ഉഫവ്വിലു അംരി ഇലല്ലാഹ്, എന്റെ എല്ലാ കാര്യവും ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ധൈര്യസമേതം പറയാൻ പറ്റണം. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും ഭാവിയിലെ മുഴുവൻ ആശങ്കകളും അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. അള്ളാഹു തന്റെ അടിമകളെ കുറിച്ച് നന്നായി കാണുന്നവനാണ്.
എന്റെ ജീവിതത്തിൽ എന്തൊക്കെ വരാണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് അള്ളാഹുവിന് അറിയും. ആ ഒരൊറ്റ വാക്കുമൂലം അയാൾക്കെതിരെ ചെയ്ത മുഴുവൻ കുതന്ത്രങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ കഥ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങളെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുക. അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളെ അള്ളാഹു ഏറ്റെടുക്കും. അള്ളാഹു പറയുന്നു അന ഇൻദ ലന്നി അബ്ദി ബി. ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ മനപ്പാടമാക്കി സൂക്ഷിക്കേണ്ട വാക്കാണ്. അന ഇൻദ ലന്നി അബ്ദി ബി വ അന മഅഹു ഹൈതു യദ്കുർനി. എത്ര വലിയ വാക്കാണ് സഹോദരങ്ങളെ! എന്റെ അടിമ എന്നെ കുറിച്ച് വിചാരിക്കുന്നത് എപ്പോൾ അപ്പോൾ ഞാൻ അവിടെ എത്തുന്ന. എന്റെ അടിമ എന്നെ ആവശ്യപ്പെടുന്ന ഏതു സമയവും അവന്റെ അടുക്കൽ ഞാൻ ഉണ്ടാകും. ഹദീസിന്റെ മറ്റൊരു പ്രയോഗം ഇതിനേക്കാളും വ്യക്തമാണ്. എന്നെ കുറിച്ച് അവൻ ഓർക്കുമ്പോൾ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകും ഏത് സന്ദർഭത്തിൽ. സഹോദരങ്ങളെ, ഇങ്ങനത്തെ ഒരു അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ എന്ത് നിരാശയുള്ളത്. പക്ഷെ അത് നിലനിർത്താനുള്ള മാർഗം എന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നിത്യമായി അവന്റെ സ്മരണകളെ നമ്മൾ നിലനിർത്തണം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോഴേക്കിന് ആൾക്കാർ ചോദിക്കും, എന്താ പടച്ചോ എന്നോട് ഇങ്ങനെ ചെയ്യാൻ. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിച്ചതാണ്. അദ്ദേഹത്തിന്റെ കുട്ടി മരിച്ച ഭയാനകമായ രംഗം അയാൾ വിശദീകരിച്ചു. എന്നുവെച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോന്നായി ഇങ്ങനെ നിൽക്കുക. ഡോക്ടർ വന്ന് പറയാം, ICU ഡോക്ടർ വന്ന് പറയാം, ഇപ്പോൾ ഇന്ന കാര്യം ബ്ലോക്കായിരിക്കുന്നു, ഇന്നത് നിന്നിരിക്കുന്നു. അയാളതിങ്ങനെ പുറത്തു നിന്നിട്ട് ആ ഭയാനകതകൾ ഇങ്ങനെ കാണുക. അവസാനം പറയുന്നു കുട്ടി മരിച്ചിരിക്കുന്ന. എന്റെ കുട്ടി എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും ആ ഒരു മാസം കൊണ്ട് ആ സമയത്ത് നാളും. അത് പറഞ്ഞിട്ട് അയാളെ കണ്ണിൽ 2-3 കൊല്ലം മുമ്പ് മരിച്ച കുട്ടിയെ കുറിച്ച് ഓർക്കുമ്പോഴും കണ്ണിൽ വെള്ളം വരും. എന്താണ് പടച്ചോ നിന്നോട് ഇങ്ങനെ ചെയ്യാൻ എന്നാണ് അയാളുടെ അടുത്ത ചോദ്യം. ചെറിയ നിരാശ ജീവിതത്തിൽ വരുമ്പോഴേക്കും അള്ളാഹുവിനെ കുറിച്ച് തെറ്റായ വിചാരങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. ഏതൊരു പരീക്ഷണത്തിന് പിന്നിലും അള്ളാഹുവിന് കൃത്യമായ ലക്ഷ്യമുണ്ട്, ഉദ്ദേശമുണ്ട്. അതിനെ ഏറ്റവും ഗുണകാംക്ഷയോടുകൂടെയും കാരുണ്യത്തോടുകൂടെയും നോക്കിക്കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയപ്പെടാൻ അത് മാത്രം മതിയാകും. എന്ത് തീഷ്ണമായ പരീക്ഷണങ്ങൾ വന്നാലും 2 കൈയും 2 കാലുമില്ലാത്തൊരു കുട്ടിയെ ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നാലും അതിന് ജീവന്റെ തുടിപ്പുകൾ ഉണ്ടെങ്കിൽ ആ ജീവനുണ്ടല്ലോ എന്നതിന് നന്ദി പറഞ്ഞ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞ് കൈനീട്ടി സ്വീകരിക്കാൻ പറ്റുന്ന ഒരുത്തിന് ജീവിതത്തിൽ മറികടക്കാൻ കഴിയാത്ത എന്താ ഒന്നുമില്ല. ഏതു രംഗങ്ങളെയും അവന് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു ആശങ്കകളും അവനെ ജീവിതത്തിൽ ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുകയില്ലാണ്. സഹോദരങ്ങളെ, ഈ പ്രതീക്ഷ, അള്ളാഹുവിലുള്ള പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കണം എന്ന വിശ്വാസത്തിലുള്ള ഓട്ടവും കിതപ്പും കുതിപ്പും തൽക്കാലം ഒന്ന് ശമനപ്പെടുത്താൻ, ഒന്ന് ശാന്തമാക്കാൻ യഥാർത്ഥം നമുക്ക് കഴിയുന്നതാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ ആലോചിച്ചു സഹോദരങ്ങൾ, പല ആളുകളും ചിന്തിക്കുന്നതിന് നേരെ വിപരീതമാണ് സംഗതി. ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ചതുപോലുള്ള ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരാൾ ഇവിടെ ഇല്ല. എന്റെ സദസ്സിലില്ലാന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നുറങ്ങിയത് പോലുള്ള ഒരു വീട്ടിൽ ഉറങ്ങുന്ന ഒരാളുമില്ല. ആ റസൂലുള്ള ഉറങ്ങിയ അതേപോലുള്ള ഒരു കട്ടിലിൽ ഉറങ്ങുന്ന ഒരാളുമില്ല എന്നാണ്. നമ്മളെല്ലാവരും ഉറങ്ങുന്നതിനേക്കാളും വളരെ പരുക്കമായ ഒരു സ്ഥലത്താണ് റസൂലുള്ള ഉറങ്ങുന്നത്. നബി ഭക്ഷണം കഴിച്ചത് കരരൂപത്തിലുള്ള ധാന്യത്തിന്റെ ഭക്ഷണം 3 ദിവസം തുടർച്ചയായി കഴിച്ചിട്ടില്ല. അങ്ങനത്തെ ആരെങ്കിലും ഇവിടെ ഉണ്ടാവും? 3 ദിവസം എന്തെങ്കിലും കടിച്ച് ചവക്കാൻ അല്ലെങ്കിൽ ഒന്ന് വയറിന് ഖനം നൽകാനുള്ള ഭക്ഷണമില്ലാതെ കിടന്നുറങ്ങിയാലും എന്തിനാണ് അത് അങ്ങനെ കാണിച്ചത്? ലോകത്തെ സർവ്വ മനുഷ്യരുടെയും ജീവിതത്തിലേക്ക് എത്തിപ്പെടുന്ന ഈ മഹാചരിത്രം അല്ലാഹു എന്തിന് ഇങ്ങനെയാക്കി നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ദാരിദ്ര്യം ഒരു പ്രശ്നമല്ല. ഒരു ഹദീസ് വായിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അവിശ്വസനീയമായി തോന്നിയേക്കാം. ഇവർ ഇത്തലഅതു ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി, ഫറഅയ്തു അക്തറ അഹ്ലിഹാ അൽ ഫുഖറാ, ഞാൻ അവിടെ അധികവും കണ്ടത് ദരിദ്രന്മാരെയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ സ്വർഗം എനിക്ക് കാണിക്കപ്പെട്ടു, ഞാൻ അവിടെ അധികവും കണ്ടത് ആരെയായിരുന്നു? ദരിദ്രന്മാരെയായിരുന്നു. വത്തലഅതു ഫിന്നാർ, നരകം എനിക്ക് കാണിക്കപ്പെട്ടു. ഫറഅയ്തു അക്തറ അഹ്ലിഹാ അൻ-നിസാ, നരകത്തിൽ ഞാൻ അധികവും കണ്ടത് സ്ത്രീകളെയായിരുന്നു എന്ന്. ആ പദപ്രയോഗം നോക്കൂ നിങ്ങൾ. ജീവിതത്തിൽ നമ്മൾ വലുതാണെന്ന് വിചാരിക്കുന്ന പലതും ആ മഹത്തായ ലോകത്തോട് ബന്ധപ്പെടുത്തുമ്പോൾ അത് എത്ര ചെറുതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഭൗതികമായ ലോകത്തെക്കുറിച്ചുള്ള അമിതമായ പ്രതീക്ഷകളാണ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നത്. ഒരു നാട്ടിൽ മത ചിട്ടയോടുകൂടെ ജീവിക്കുന്ന ഒരു സാധാരണക്കാരന് നൽകാത്ത ആദരവ് തനിച്ച കള്ളക്കടത്തും അഴിമതിയും